നിലമ്പൂരിലെ പെട്ടി പരിശോധനാ വിവാദം കത്തുകയാണ്. ജനപ്രതിനിധികളുടെ വാഹനം പരിശോധിക്കാറില്ലെന്ന കോൺഗ്രസ് വാദം തള്ളി CPIM നേതാക്കൾ രംഗത്ത് വന്നു. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP തത്സമയം ബിനിൽ ലീല സാബുവിനൊപ്പം ചേരുകയാണ്. അതിലേക്ക് ലക്ഷ്മി, ഒപ്പമുള്ളത് കെ രാധാകൃഷ്ണൻ MP ആണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ വലിയ വിവാദം, ഈ പെട്ടി വിവാദം ഉണ്ടായിരുന്നു. അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം PK ഫിറോസ് സഞ്ചരിച്ച വാഹനം പരിശോധിച്ചു എന്നുള്ളതാണ്. അത് പെട്ടിയടക്കം പരിശോധിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ രാധാകൃഷ്ണൻ MPയുടെ വാഹനവും പരിശോധിച്ചിരുന്നു. അദ്ദേഹം തന്നെ സംസാരിക്കും. അങ്ങയുടെ വാഹനവും പരിശോധിച്ചിരുന്നു അല്ലേ? ഇത് സാധാരണഗതിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണ് വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. അതെന്താ വെച്ചാൽ, ഈ വാഹനത്തിൽ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പരിശോധന നടക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചത്. മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് മത്സരിച്ചത്. മന്ത്രിയായിരിക്കുമ്പോൾ മത്സരിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിരവധി പ്രാവശ്യം എൻ്റെ വണ്ടി പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധിക്കുന്ന സമയത്തെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് അവർ പരിശോധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പരിശോധന എല്ലാം കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർ സോറി പറയാറുണ്ട്. സാറേ, ഞങ്ങൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരത് പെരുമാറുക. ആരെയും ഹരാസ് ചെയ്യുന്ന ഒരു സമീപനം അവിടെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടില്ല. എൻ്റെ വണ്ടി പല സമയത്തും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധനയ്ക്ക് നമ്മൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഇത് ഇലക്ഷൻ ആയതുകൊണ്ടാണ്. സാധാരണഗതിയിൽ പോകുന്ന സമയത്തുള്ള ഒരു പരിശോധനയല്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നു, അവിടെ വരുന്ന ആളുകളെ പരിശോധിക്കുക, വാഹനം പരിശോധിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ നിറവേറ്റുന്നത്. അതിന് സംസ്ഥാന ഗവൺമെൻറ് യാതൊരു പങ്കുമില്ല. അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ കൺട്രോളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി പരിശോധിക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഏത് ജനപ്രതിനിധിയാണെങ്കിലും ആരാണെങ്കിലും. MPയുടെ വാഹനം വെച്ച ആ ബോർഡ് വെച്ച വാഹനമാണ് പരിശോധന അവർ പറയുന്നത്. അങ്ങയുടെ വാഹനത്തിലെ ബോർഡുണ്ടല്ലോ. MPയുടെ വാഹനമല്ല, ഏത് വാഹനവും പരിശോധിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഏത് ബോർഡ് വെച്ച് ഒരു ബോർഡിൻ്റെ മറവിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? ഇപ്പോൾ MP ആണോ എന്ന് അറിയണ്ടേ അവർക്ക്? ഇപ്പോൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഒബ്സർവേഴ്സ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ആളുകളല്ല, എല്ലാവരും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതൊന്നുമല്ല. MPയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ നമ്മളെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? നമുക്ക് അത്ര വലിയ ജനങ്ങൾ അകന്ന് നിൽക്കുന്ന ആളുകളല്ലല്ലോ നമ്മൾ ജനങ്ങളെ പോലെ, സാധാരണ ജനങ്ങളെ പോലെ തന്നെ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആയിരിക്കണം. എല്ലാവരും തുല്യരാണല്ലോ, ഈക്വലാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ചില ആളുകൾക്ക് പ്രത്യേക ഇമ്മ്യൂണിറ്റി വേണം എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഇലക്ഷൻ, വേറെ എന്തെങ്കിലും പ്രോട്ടോക്കോൾ ലംഘനമല്ലല്ലോ അത്. ഒരു ഫംഗ്ഷൻ നടക്കുന്നതുമായിട്ട് ആ ഫംഗ്ഷൻ പ്ലേസിലേക്ക് ചെല്ലുമ്പോഴല്ലല്ലോ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നോംസ് ഉണ്ട്. ആ നോംസ് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള കൃത്രിമത്വവും പണക്കൊഴുപ്പും കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിശോധന നടത്തുന്നത്. ഈ ഷാഫി പറമ്പിൽ പറഞ്ഞത് പെട്ടി പരിശോധിക്കാൻ അവർ തുറക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല, അങ്ങോട്ട് ആവശ്യപ്പെട്ട് പെട്ടി തുറക്കുകയായിരുന്നാണ് ഷാഫി പറയുന്നത്. പെട്ടിയിലേക്ക് പെട്ടി തുറക്കാൻ അവർ സമ്മതിച്ചു പറഞ്ഞാൽ അവർ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണല്ലോ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടത്. ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അതിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണല്ലോ പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്ക് സഹകരിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ അതിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വിവാദം ഉണ്ടാക്കുന്നതാണ് പിന്നെ പ്രശ്നം. നമുക്കിപ്പോൾ വിവാദം ഉണ്ടാക്കാറില്ല. ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഞാൻ മന്ത്രിയാണ്, അതുകൊണ്ട് എൻ്റെ വണ്ടി പരിശോധിക്കാൻ MP ആണ്, എൻ്റെ വണ്ടി പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ലല്ലോ. അത് വിവാദം ഉണ്ടാക്കാതെ പരിശോധന പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. പാലക്കാട്ടെ അവിടെയാണ് പിന്നെ ഒരു ദുരൂഹത ഉണ്ടാകുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ കാണിച്ചു തരാമെന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പാലക്കാട്ടെ പെട്ടി വിവാദവുമായിട്ട് കോർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ഉയർന്നു വരുന്നത്. പല വിവാദങ്ങളും ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പല വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് 9 വർഷമായിട്ട്
നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. 9 കൊല്ലമായത് ഇവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, നമ്മുടെ ഈ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടത്തിയ കാലഘട്ടമാണ് 9 വർഷം. ഏകദേശം 1900-നും 2000 കോടിക്കും ഇടയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പാവപ്പെട്ട ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. ഇതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചില ഗിമ്മിക്കുകൾ കാണിച്ച് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇടതുപക്ഷ മുന്നണി അതല്ല ചെയ്യുന്നത്. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ അതാണ്. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും അവിടെയെല്ലാം ആത്മസംയമനം പാലിക്കണം എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി, അതുതന്നെയാണ്. അത് സ്വാഭാവിക നടപടിയാണ്. അതൊരു സഹകരിക്കുകയാണ് വേണ്ടത്, ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടതെന്നാണ് കെ രാധാകൃഷ്ണൻ എം.പി പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോഴൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി നിന്ന് ഇതുമായി സഹകരിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്.